നമസ്കാരം. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ആശ്വാസമേകാൻ സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതിക്കെതിരെ അധിക്ഷേപകരവും അപമാനകരവുമായ പരാമർശങ്ങൾ നടത്തിയ ഗതാഗത മന്ത്രി CP ജോൺ വൻ വിവാദ ചുഴിയൽ. സർക്കാരിന്റെ തന്നെ ജനക്ഷേമ പദ്ധതികളെയും പൊതുജനങ്ങളുടെ സ്വഭാവത്തെയും പരിഹസിച്ചുകൊണ്ട് മന്ത്രി നടത്തിയ തുറന്നടിച്ച പരാമർശങ്ങൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒരുപോലെ വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. പാലക്കാട് വെച്ച് നടന്ന കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സാധാരണക്കാരായ സ്ത്രീകളെയും സംസ്ഥാനത്തെ ജനങ്ങളെയും പാടെ അപമാനിക്കുന്ന രീതിയിൽ മന്ത്രി നാവ് ഇളക്കിയത്. ടിക്കറ്റ് നിരക്കില്ലാതെ KSRTC ബസ്സുകൾ കാണുമ്പോൾ സ്ത്രീകൾ തിക്കും തിരക്കി കൂട്ടി തള്ളിക്കയറുകയാണെന്ന് ആയിരുന്നു മന്ത്രിയുടെ പ്രധാന ആരോപണം. പണമില്ലാത്ത ബസ്സിൽ കയറാൻ കൂട്ടം കൂടുന്ന ഇതേ ആളുകൾ തന്നെ തങ്ങളുടെ മക്കളെ വലിയ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ യാതൊരു മടിയും കാണിക്കുന്നില്ലെന്നും മന്ത്രി പരിഹസിച്ചു. സർക്കാരിന്റെ ബസ് സൗജന്യങ്ങൾ പരമാവധി മുതലാക്കുന്ന, ജനങ്ങൾ ഫീസില്ലാതെ പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ അയക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗജന്യ ബസ് യാത്രയെ മാത്രമല്ല, സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയെയും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികളെയും മന്ത്രി കടുത്ത ഭാഷയിൽ അധിക്ഷേപിക്കുകയുണ്ടായി. ആളുകൾക്ക് അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാതെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന സർക്കാർ ആശുപത്രികളുടെ വരാന്തകളിൽ വന്ന് കിടക്കുകയാണ് എന്നും മലയാളി സമൂഹത്തിന്റെ പെരുമാറ്റം തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നുമാണ് മന്ത്രി സദസ്സിൽ വെച്ച് തുറന്നടിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും പൊതുഗതാഗതവും ആശ്വാസമാകുമ്പോഴാണ് അതിനെ ജനങ്ങളുടെ യാചനയെ ചിത്രീകരിക്കുന്ന തരത്തിൽ ഗതാഗത മന്ത്രി സംസാരിച്ചത്. സ്ത്രീകളുടെയും പാവപ്പെട്ടവരുടെയും മാന്യതയെ ചോദ്യം ചെയ്ത മന്ത്രിയുടെ വാക്കുകൾ കേട്ട് സദസ്സിലുണ്ടായിരുന്ന സ്വകാര്യ ബസ് ഉടമകളും പ്രതിനിധികളും അമ്പരന്നെങ്കിലും പരാമർശം അതിവേഗം മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും വലിയ ചർച്ചയാവുകയും ചെയ്തു. സ്ത്രീകൾക്ക് പൊതുഗതാഗത സംവിധാനങ്ങളിൽ സുരക്ഷിതവും സൗജന്യവുമായി യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDF സർക്കാർ പ്രിയദർശിനി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രായ സാമ്പത്തിക ഭേദമന്യേ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ സൗജന്യമായി ഒരുക്കും എന്നത്. അതുകൊണ്ട് തന്നെ സിറ്റി ഫാസ്റ്റ് അല്ലെങ്കിൽ ഉള്ള മിന്നൽ ബസ്സുകളൊക്കെ ഒഴികെയുള്ള ഓർഡിനറി ബസ്സുകളൊക്കെ തന്നെയും പ്രിയദർശിനി ബസ്സുകളായി മാറ്റുകയായിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിലാണ് മന്ത്രി CP ജോൺ തന്നെ ഇത് പറയുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വനിതകൾക്ക് തൊഴിലിടങ്ങളിലേക്കും മറ്റും തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ വലിയ താങ്ങ് തന്നെയാണ് ഈ ജനപ്രിയ പദ്ധതി. എന്നാൽ സ്വന്തം സർക്കാർ വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചൊരു ക്ഷേമ പദ്ധതിയെ തന്നെ തള്ളിക്കയറ്റമെന്നൊക്കെ വിളിച്ച് അപമാനിച്ച ഗതാഗത മന്ത്രിയുടെ നിലപാട് സർക്കാരിനെ എന്തായാലും പ്രതിരോധത്തിലാക്കും. പൊതുജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഭരണകൂടത്തിന്റെ കടമയാണെന്നിരിക്കെ അതിനെ ആനുകൂല്യം പറ്റി ജീവിക്കുന്ന ജനങ്ങളുടെ തിടുക്കമായി ചിത്രീകരിച്ചത് വൻ വിമർശനങ്ങൾക്കാണ് എന്തായാലും വഴിവെച്ചിരിക്കുന്നത്. മന്ത്രിയുടെ വിവാദ പ്രസ്താവന പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്.